കലോത്സവ നഗരിയിലെ ഊട്ടുപുര സജീവമാണ്. രുചികരമായ ഭക്ഷണമൊരുക്കിയാണ് ഭോജനശാലയുടെ പ്രവർത്തനം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ എത്തുന്നവർക്ക് വയറും മനസ്സും നിറഞ്ഞ് ഇവിടെ നിന്ന് പോകാനായിട്ട് ഭക്ഷണ കലവറ സജീവമാണ്. രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് കലോത്സവ ദിനങ്ങളിൽ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആയിട്ട് നൽകുന്നത്. കലോത്സവത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച നാടൻ വിഭവങ്ങളോടെ ഉച്ചയ്ക്ക് സദ്യയാണ് നൽകിയത്. സ്റ്റേജിന മത്സരങ്ങളിലേക്ക് എത്തിയതോടെ കുട്ടികളുടെയും ഒഫീഷ്യൽസിന്റെയും വരവ് വർദ്ധിക്കുന്ന കൂടുതൽ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സാലഡും അച്ചാറും അടങ്ങിയ സ്വാദേറും വെജിറ്റബിൾ ബിരിയാണിയാണ് ഒരുക്കിയത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച വിഭവസമൃദ്ധമായ സദ്യ നൽകും. ഏകദേശം 10,000-ഓളം പേർ 4 ദിവസങ്ങളിലായി ഭോജനശാലയിലെത്തും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മാസ്റ്റർ പേര് ലിജോ മാഷുണ്ട്. ലിജോ മാഷ്, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സജ്ജീകരണങ്ങളൊക്കെ? ചാവക്കാട് സബ് ജില്ലയിലുള്ള ഒരുവിധം എല്ലാ അധ്യാപകരും ഈ ഭക്ഷണ കമ്മിറ്റിയുമായി പല ദിവസങ്ങളിലായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത് വളരെ മനോഹരമായിട്ട് നടക്കുന്നത്. അതുപോലെ ഈ ഭക്ഷണം നമുക്കായി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവർട്ടിയിലുള്ള അലൻ കാറ്ററിംഗ് സർവീസാണ്. ഒരു പൂവ് ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന തരത്തിലുള്ള അവരുടെ സഹകരണവും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടാനായിട്ട് സാധിച്ചു. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ മുജീബ് റഹ്മാൻ, കൺവീനർ CJ റൈമൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൺവീനർ ആയിട്ടുള്ള റൈമൺ മാഷുണ്ട്. മാഷ്, ഇപ്പോൾ ഈ 3 ദിവസങ്ങളിലും വെജിറ്റബിൾ ബിരിയാണിയാണ്. 2 ദിവസം വെജിറ്റബിൾ ബിരിയാണി, നാളെ സദ്യയാണ്. ഇപ്പോൾ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പായസം അടക്കം, പപ്പടം പായസം അടക്കം നമ്മൾ വിപുലമായ ഒരുക്കങ്ങൾ ഒരുക്കി. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ സഹകരണം ഉണ്ടായി. മറ്റേ തിരുവള്ളൂർ സ്കൂള്, അതുപോലെ തന്നെ MRM, അവിടെയുള്ള NSS വോളണ്ടിയേഴ്സ്, അവരൊക്കെ നമ്മളായിട്ട്, അതേപോലെ ലിറ്റിൽ കൈറ്റ് പിള്ളേര്, അതേപോലെ MRലെ SPC, അങ്ങനെ എല്ലാ പിള്ളേരും നമ്മളെ സഹായിച്ചു. ഭക്ഷണം കൊടുക്കുന്നതിൽ ആദ്യം തുടങ്ങി അവസാനത്തെ ആൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ കാലത്ത് മുതലേ സജ്ജമായിരിക്കുന്ന അധ്യാപകരുടെ ശുഷ്കാന്തി എടുത്തു പറയേണ്ടതാണ്. പാവർട്ടി അലൻ കാറ്ററിംഗ്സ് ആണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ബിരിയാണി തയ്യാറാക്കിയത് രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഞങ്ങള് 2-3 പേര് കൂടിയിട്ടുള്ള ഒരു പരിപാടികളാണ്. പിന്നെ മെയിൻ ആള് രാജു എന്ന ആളാണ്. ആള് വന്ന് പിന്നെ നാളെ 2 ദിവസമായി വെജിറ്റബിൾ ബിരിയാണിയാണ്. അത് മാത്രമേ നമ്മളെ ഇതിലുള്ളൂ. നാളെ സദ്യ 2 സാധനങ്ങളാണ്. അതിൻ്റെതായ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ അതേ പാരി തന്നെയുള്ള തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല, നമ്മളൊരു ഫംഗ്ഷന്റെ പരിപാടി തന്നെ ചെയ്തിട്ടുള്ളത്. ചില 2000 സംതിങ് ആളുടെ 3000 മേലക്കുള്ള ആൾക്കാർ, 3000 ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. സമൃദ്ധിയായിട്ട് കൊടുക്കുകയാണ്, കുറവ് വരില്ല. ഇല്ല, അതൊന്നുമില്ല. നമ്മള് കാറ്ററിംഗ് പോലെ തന്നെ മൊത്തത്തിൽ കൊടുക്കണം. പച്ചക്കറി സദ്യയുടെ ചുമതല മുരളിക്കായിരുന്നു. അധ്യാപക സംഘടനകൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം, ലിറ്റിൽ കൈറ്റ്സ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലും സഹകരണത്തിലുമായിരുന്നു ഭക്ഷണ വിതരണം. അപ്പൊ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിനായിട്ട് ഒരുപാട് വളണ്ടിയർമാർ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ? സെറ്റായി, ഇഷ്ടമായോ ഡ്യൂട്ടിയൊക്കെ? അടിപൊളിയാണ്. ഏകദേശം എപ്പോഴാണ് അവസാനിക്കാറ് ഇവിടെ ഫുഡ് എടുക്കുന്നത്? 3:30-4 മണി വരെ ഉണ്ടാവും. വളരെ നന്നായിട്ട് 3 ദിവസത്തെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടന്നു. ഭക്ഷണ കുട്ടികൾ എല്ലാവരും നല്ല തൃപ്തരായിരിക്കും.